വീണ്ടും കോഴിക്കോട് എടച്ചേരി ജമീല കൊലക്കേസിലെ പ്രതി ഹമീദ് കാസർഗോഡ് ബോവിക്കാനത്ത് കഴിഞ്ഞിരുന്നത് വ്യാജ പേരിലാണ്. മറ്റൊരു വിവാഹം കഴിച്ച ഭാര്യയ്ക്കും 3 മക്കൾക്കുമൊപ്പം മത്സ്യവില്പനക്കാരനായി കഴിയുകയായിരുന്നു ഇയാൾ. ഒളിവിൽ കഴിയുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് 1/4 നൂറ്റാണ്ട് പിന്നിട്ട കൊലക്കേസിലെ പ്രതിയെ നിയമത്തിന് മുന്നിൽ എത്തിച്ചത്. അഭിജിത്ത് മുഴക്കുന്നിനോട് ചോദിക്കാൻ കൂടുതൽ വിവരങ്ങൾ. അഭിജിത്ത്, 2-3 കാര്യങ്ങളുണ്ട്. 2001 നടന്നൊരു കൊലപാതകമാണ്. സ്വന്തം ഭാര്യ അതിക്രൂരമായിട്ടാണ് ഇയാൾ കൊന്നത്. എന്തിനായിരുന്നു ശരിക്കും അന്നത്തെ ആ ഒരു കൊലപാതകം? ഇപ്പോൾ 25 വർഷങ്ങൾ, 1/4 നൂറ്റാണ്ടിനിപ്പുറം പോലീസിനെ ഒരിക്കലും തന്നെ തേടി വരില്ല എന്ന് കരുതി കഴിയുകയായിരുന്നോ ഇയാൾ? എങ്ങനെയാണ് ഇയാളിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് അഭിജിത്ത്? ഷിഹാസ്, ഒരു കാര്യം ഉറപ്പാണ്, കേരള പോലീസിനെ വല്ലാതെ വട്ടം കറക്കിയിട്ടുണ്ട് ഈ ഹമീദ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ഹമീദിന്റെ പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു കേരള പോലീസ്. എവിടെ പോയി ഒളിച്ചാലും എത്ര കാലം ഒളിച്ചാലും കേരള പോലീസ് കണ്ടെത്തുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം കൂടിയാണ് ഹമീദിന്റെ അറസ്റ്റ്. ഇയാൾ ഈ ജമീലയെ കൊലപ്പെടുത്തിയ ശേഷം, ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം രാജ്യത്തിന്റെ പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് കാസർഗോഡ് ബോവിക്കാനത്തേക്ക് എത്തിയത്. അവിടെ ഒരു വ്യാജ പേര് സ്വീകരിച്ച് മത്സ്യത്തൊഴിലാളിയുടെ വേഷത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഹമീദ്. മറ്റൊരു വിവാഹം കഴിച്ചു, അതിൽ 3 മക്കളുമുണ്ട്. അങ്ങനെ സന്തോഷകരമായി തന്നെ തേടി പോലീസ് എത്തില്ല എന്ന് വിശ്വസിച്ച് കഴിയുന്നതിനിടയിലാണ് നാട്ടുകാരിൽ ഒരാൾക്ക് ഹമീദിനെ കുറിച്ച് സംശയം തോന്നുന്നത്. ഈ നാട്ടുകാരൻ അത് പോലീസിനെ അറിയിച്ചു. അങ്ങനെ എടച്ചേരി പോലീസ് ഇവിടേക്ക് പറന്നെത്തുകയാണ്. പോലീസ് രഹസ്യമായി ഇവിടെ എത്തി അന്വേഷിച്ചതിൽ ഹമീദാണ് അത് എന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെയാണ് ഇന്ന് ഇവിടേക്ക് പോലീസ് എത്തുന്നതും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഷിഹാസ് ചോദിച്ചതുപോലെ ഇയാൾ മറ്റൊരാൾക്കൊപ്പം, മറ്റൊരു സ്ത്രീക്കൊപ്പം കഴിയണമെന്ന ലക്ഷ്യത്തോടു കൂടി സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. 2001 ഷിഹാസ് ഈ കൊലപാതകം ഭർത്തൃ വീട്ടിൽ, അതായത് ഹമീദിന്റെ വീട്ടിൽ വെച്ചാണ് ജമീല കൊല്ലപ്പെടുന്നത്. അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ പറയണം. കാരണം തലക്കടിച്ച് കഴുത്ത് ഞെരിച്ചാണ് ഹമീദ് ഈ ജമീലയെ കൊലപ്പെടുത്തുന്നത്. ഈ കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ വീട്ടിൽ ഹമീദ് തുടർന്നു എന്നുള്ളതാണ്. എങ്ങനെ കൊലപാതകം നടത്തിയെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്താതെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്ത രൂപത്തിലാണ് ഇയാൾ അവിടെ തുടർന്നിരുന്നത്. പിന്നീടാണ് പോലീസിന്റെ സംശയം ഹമീദിലേക്ക് എത്തുന്നതും അങ്ങനെ അന്ന് ഹമീദ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത്. അന്ന് തുടങ്ങിയതാണ്, അതായത് 2001 തുടങ്ങിയതാണ് ഹമീദിന് പുറകെയുള്ള പോലീസിന്റെ അന്വേഷണം. ആദ്യം പോലീസ് അന്വേഷിക്കുന്നു, ഒരു തുമ്പും ഉണ്ടാകുന്നില്ല. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു, ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. അതിനിടയിൽ ഇയാൾ കൊൽക്കത്തയിലേക്ക് കടന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നു. പോലീസ് അവിടെ എത്തി പരിശോധന നടത്തുന്നു. പക്ഷേ എന്നിട്ടൊന്നും ഈ ഹമീദിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഒടുവിൽ ഇപ്പോൾ ഒരു രഹസ്യ വിവരത്തിന്റെ ചുവട് പിടിച്ച് പോലീസ് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഈ ഹമീദിനെ കണ്ടെത്താൻ, അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും എടച്ചേരി പോലീസ് അതിലൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. 25 വർഷം ഇയാളുടെ പുറകെ നടന്ന് ഒടുവിൽ അയാളെ കണ്ടെത്തിയതിന് ഈ ജമീലയുടെ കുടുംബത്തിന് ഇനിയെങ്കിലും നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഹമീദുമായുള്ള പോലീസ് സംഘം നിലവിൽ ഏതായാലും എടച്ചേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അഭിജിത്ത്, ഏറെ പ്രമാദമായ ഒരു കേസാണ് കേരള പോലീസിന് ഇപ്പോൾ. അഭിജിത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയണം. കാരണം 25 വർഷത്തിന്റെ ഒരു കാലാവധി ഉണ്ടായിട്ട് പോലും ഈ ഒരു കേസ്, ഈ ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ കേസ് കേരള പോലീസ് വഴിയിൽ ഉപേക്ഷിച്ചില്ല. കൃത്യമായി നല്ലവനായ ഒരു മത്സ്യവില്പനക്കാരനായി ഭാര്യയും കുടുംബവും ഒക്കെയായി കാസർഗോഡ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ആൾ ഇനി ഒരിക്കലും തന്നെ തേടി നിയമ സംവിധാനം വരില്ല, താൻ സുരക്ഷിതനാണ് എന്ന് കരുതിയിരുന്ന ഹമീദിനെ തേടി കേരള പോലീസ് എത്തി, പിടികൂടി ഇതാ ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് ഒളിവിൽ കഴിയുന്ന എല്ലാവർക്കും ഇതൊരു പാഠം കൂടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ, കുറച്ചു നാളൊക്കെ നിങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിഞ്ഞേക്കും. നിയമം നിങ്ങളെ തേടി എത്തുകയും